ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെലൻ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ 21-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് എനിക്കെൻ്റെ തൊണ്ടയിൽ എന്തോ ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ എനിക്കിവിടെ അനുഭവപ്പെടാനിടയായി. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഈ ഫംഗസ് ഇൻഫെക്ഷൻ പോലെ, വളരെ വേദനയോടെ ഉള്ള ഒരു ഫംഗസ് ഇൻഫെക്ഷൻ പോലെ എൻ്റെ തൊണ്ടയുടെ ഉള്ളിൽ ഇങ്ങനെ അനുഭവപ്പെടുത്തും. അപ്പം ഞാൻ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു. പക്ഷേ അത് കുറയും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉടമ്പടി 21-ാം തീയതി വന്നെടുത്തു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ജോസഫസിനെ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഉടമ്പടി എടുക്കുന്നതിൻ്റെ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇവിടെ സ്റ്റക്കായിട്ടിരുന്ന എന്തോ നമ്മുടെ ഒരു മുട്ടയുടെ വലുപ്പത്തിലുള്ള എന്തോ ഒരു കാര്യം ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ളത് തോന്നി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് പോയി. പക്ഷേ അപ്പോഴും ആ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ ഉടമ്പടി ഇവിടെ തിരി കത്തിച്ച് ഉള്ള ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു എണ്ണ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കരുത്തെപ്പെടുത്തി. പിന്നെ അതിനെപ്പറ്റി ഞാൻ അങ്ങ് മറന്നു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷേ ഒരു ആലപ്പുഴയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഇച്ചിരി വെള്ളം ഞാൻ കുടിച്ചു നോക്കിയപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉള്ള പോലും തോന്നുന്നില്ല. കാര്യം അത്രയും പെട്ടെന്ന് അത് മാറിപ്പോയി. പിന്നെ അതുപോലെ ഒരു കാര്യമായിരുന്നു, ഒരു 10 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം വളരെ അശുദ്ധമായിട്ടുള്ള വെള്ളമായിരുന്നു. വറ്റാത്ത വെള്ളമാണ്, പക്ഷെങ്കിൽ ഈ ഉന്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഭയങ്കര ബാഡ് സ്മെല്ലും, അതുപോലെ നമുക്ക് ഈ പാത്രമൊക്കെ കഴുകിയാലും വീണ്ടും നമ്മൾ പ്യൂരിഫൈഡ് വാട്ടറിൽ കഴുകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയി ആദ്യ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ടാണ് പോയത്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റും ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിണറ്റിലും കൂടെ ഇട്ടു. അപ്പോൾ അന്ന് ഒരു ചെറിയ മാറ്റം വന്നു. അപ്പം അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ജോസഫച്ചനെ കാണാൻ പറ്റിയില്ല. മറ്റ് പ്രശ്നങ്ങളിലെ കാര്യം കൂടെ എനിക്ക് സംസാരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പം ഞാൻ അച്ഛനെ കണ്ടു. ഞാൻ തിരിച്ച് പോയി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മുടെ എൻ്റെ കിണറ്റിലിട്ടു. അങ്ങനെ കിണറ്റിലിട്ട് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ തവണ തൊട്ട് മോട്ടർ അടിച്ച് പുതിയ വെള്ളം വന്നപ്പോൾ തൊട്ട് അതിന് പിന്നെ വെള്ളത്തിൽ ഒരു മണം പോലും ഇല്ല, ഒരു മണമോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. എന്നാൽ പക്ക മിനറൽ വാട്ടർ പോലെ ആയി. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഫാദറിന് കുറച്ച് മാനസിക വിഷമങ്ങളുണ്ടാവുകയും അദ്ദേഹം കുറച്ച് നാൾ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു. അപ്പം ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ഉടമ്പടി എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 ദിവസം ആവുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ തിരിച്ച് വീട്ടിലെത്തി. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് പുള്ളിക്ക് സൂയിസൈഡ് ടെൻഡൻസി വന്നു. പക്ഷേ അതിലൊന്നും വീഴാതെ എൻ്റെ മാതാവ് എൻ്റെ ഫാദറിനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് 3 ദിവസം ആവുന്നതിന് മുമ്പ് എത്തിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫാദറിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു. കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം ഫാദറിന് വിശ്വാസം വന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്, ഉടമ്പടി എടുത്ത് ഇന്ന് എന്നെ ഇവിടെ വന്ന് പറയാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. കാരണം അതുപോലെ പ്രശ്നങ്ങളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി ഇന്നിവിടെ വന്ന് സംസാരിച്ചു. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കടബാധ്യത ഉണ്ടായിരുന്നു. 25 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ജപ്തി നടപടി പോലത്തെയൊക്കെ നിയമ നടപടികളൊക്കെ വന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പിട്ടത് സത്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ ജപ്തി നടപടിയിൽ നിന്ന് എൻ്റെ സ്ഥലവും വീടും ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ വസിക്കുന്ന വീട്ടിലായിരുന്നു ഈ ജപ്തി നടപടി വന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് സാവകാശം കിട്ടുകയും ബാങ്കിൽ നിന്നൊക്കെ സാവകാശം കിട്ടുകയും അതുപോലെ തന്നെ ഒരു പ്രത്യാശ, കുറച്ച് ആൾക്കാർ നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് തന്നെ വേറെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ മുമ്പോട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യത്തിനകത്തുനിന്ന് ഒരുപാട് മരണത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് ഇന്നിവിടെ കൊണ്ട് എന്നെ ഇവിടെ നിർത്തിയ എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലൊരു ധൈര്യമാണ്, മാതാവുണ്ട്, ഈശോ ഉണ്ട്, നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല
എന്നുള്ള ഒരു പ്രശ്നമുണ്ട്, നമുക്ക് താണ്ടാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നം വളരെ വലുതായിരുന്നു. അതിൽ നിന്ന് മാതാവ് ഈശോയും രക്ഷപ്പെടുത്തി, ഉടമ്പടിയിലൂടെ രക്ഷപ്പെടുത്തി. ഞാൻ നേരത്തെ എൻ്റെ മദർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒരു കോവിഡിനൊക്കെ മുമ്പ്. അന്ന് ഞങ്ങൾ ഈ പൊതിച്ചോറ് ഞങ്ങളൊരു 5 പൊതിച്ചോറ് വെച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു എല്ലാ ആഴ്ചയിലും ഒരിക്കൽ. ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങൾ ഉപവസിച്ച് ഫുൾ ടൈം ഉപവസിച്ച് ഞങ്ങൾ 5 പൊതിച്ചോറ് വെച്ച് കൊടുക്കുമായിരുന്നു. ഞങ്ങളെ സ്ട്രീറ്റ്സിൽ കിടക്കുന്ന ഭിക്ഷാടകർ പോലത്തുള്ള ആൾക്കാർക്ക്, വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാനിത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു പൊതിച്ചോറ് വെച്ച് ഞാനിപ്പം എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ കൃപാസന പത്രം വിതരണം ചെയ്യുമായിരുന്നു. നേരത്തെയും എൻ്റെ മദറിൻ്റെ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ആയപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ അച്ഛൻ്റെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുമായിരുന്നു. ഷെയർ ചെയ്യും എല്ലാ ഗ്രൂപ്പിലും. എൻ്റെ മറ്റുള്ള കൂട്ടുകാരോടൊക്കെ ഇവിടെ വന്നാൽ അവർക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പലരും ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടുമുണ്ട്. സങ്കീർത്തനങ്ങൾ 119:71 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അവ മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ.